നില്ലടോ അവിടെ. എടോ, തവളയെ കൊണ്ടുവരുന്ന ആൾ അത് ചെയ്താ പോരെ. ഞങ്ങൾ എന്താ ചെയ്യുന്നത് താൻ നോക്കണ്ട, തന്നെ ഞാൻ കാണിച്ചു തരാം. ആരാ ഇവിടുത്തെ വലിയ പണക്കാരൻ? ആരാടാ, നീയോ അതോ ഞാനോ? നിന്റെ പണം എവിടെടാ, നമുക്ക് അളക്കാം. ഞാനോ അതോ നീയോടാ? അവനും അവൻ്റെ ഉണക്ക ചായക്കടയും കുറെ പുളിച്ച സാധനങ്ങളും. എടാ പോയതാ, ഇറങ്ങി വാടാ വെളിയില്. എടാ ഇറങ്ങി വെളിയിലോട്ട് വരാൻ വാടാ. നമുക്ക് വലിയ ഹോട്ടലിൽ പോയി ലാവിച്ചാവാം. സാർ 2-3 ദിവസമായി ട്യൂട്ടോറിയൽ കോളേജിൽ കാണുന്നില്ല. ഇങ്ങനെയായാൽ പോർഷൻ എങ്ങനെ തീരും സാർ? നീ ഒന്നും അതിൽ വിഷമിക്കണ്ട, പഠിപ്പിക്കുന്നത് അങ്ങ് പഠിച്ചാ മതി. കണക്കിന് എത്രയായിരുന്നു അതിന്റെ മാർക്ക്? കഴിഞ്ഞ പരീക്ഷയിൽ 5 ആയിരുന്നു. പിന്നെ സാറൊന്ന് മനസ്സ് വെച്ചാ ചിലപ്പോ കൂടുതൽ മാർക്ക്. നീ എന്താ കളിയാക്ക? എടാ, ഞാനൊരു പരീക്ഷണത്തില ഒരു പുതിയ പ്രോഗ്രാം ചെയ്യാനുള്ള ശ്രമം. വിജയിച്ച അതിന്റെ ഗുണം നിങ്ങൾ വിദ്യാർത്ഥികൾക്കാ. നിങ്ങൾ പോർഷനൊക്കെ ഞാൻ തീർത്തോളാം. എന്താണ് ഈ നാടകം കളിക്കുന്നോണ്ട് ഉദ്ദേശിക്കുന്നത്? പലതുമുണ്ട്. ജീവിതത്തിന് എന്തെങ്കിലും നേട്ടം? ഈ ചോദ്യത്തിന് പുറകിലുള്ളത് ഞാൻ പറയട്ടെ. നീ എന്നെ കെട്ടാൻ ആലോചിക്കുന്നു. ഒരു ഭാര്യയായി അഭിനയിച്ച് എന്റെ ബോധത്തെ നിയന്ത്രിക്കാൻ ശ്രമിക്കരുത്. എല്ലാ തോന്നലുകളും ശരിയാണെന്ന് വിചാരിക്കുന്നതാ വിശ്വന്റെ കുഴപ്പം. എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഞാൻ ഈ നാടകം പ്രൊഫഷണലായി കളിക്കും. പ്രൊഫഷണലായി പൊളിയും. എന്തിനു പൊളിയണം? ആളുകൾ സെൻസിറ്റീവ് ആണ്. എന്ത് കാര്യത്തിന്? കൃഷ്ണനെതിരെയും അർജുനനെതിരെയും ഒക്കെ തിരിഞ്ഞാൽ സൗകര്യമുള്ളവർ നാടകം കണ്ടാ മതി. അങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടി പണം ഇറക്കിയുള്ള കളി വേണ്ട. അത്ര എനിക്ക് പറയാനുള്ളൂ. എടാ മക്കളെ കഴിഞ്ഞു വാടാ.